എല്ലാവർക്കും ഹായ്. അനലിറ്റിക്കൽ സേവനം ബന്ധപ്പെട്ടിരിക്കുന്നു system.guru.markets. കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പഠിക്കും. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. കോർപ്പറേഷന്റെ ഓരോ പാരാമീറ്ററും കൂടുതൽ ശ്രദ്ധയോടെ നോക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ വിശകലനം ചെയ്യും. വെറാസ്റ്റം ഇൻക് ടിക്കർ VSTM. 2025 മാർച്ച് 18 വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കമ്പനി വെറാസ്റ്റം ഇൻക് ഉപവിഭാഗത്തിൽ പെടുന്നു. ക്യാൻസർ ജനറൽ 144 ഓർഗനൈസേഷനുകൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഞങ്ങൾ ഓർഡറുകളുടെ തീരുമാനങ്ങൾ പരിഗണിക്കും. സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: -10.8.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ -1.7 പോയിന്റാണ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിനുള്ളിൽ US സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം 1.9 പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. -8.5 പോയിന്റിനെതിരെ വെറാസ്റ്റം ഇൻക്. ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. വെറാസ്റ്റം ഇൻക് ഉപവിഭാഗം കമ്പനികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും. വെറാസ്റ്റം ഇൻക് -32.6% ചലനാത്മകത കാണിച്ചു. ഉപവിഭാഗത്തിനായുള്ള വില മാറ്റത്തിനെതിരെ 16.5%. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, പക്ഷേ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കമ്പനിയുടെ വിപണി മൂലധനം. വെറാസ്റ്റം ഇൻക് മൂല്യം $32 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $146 ബില്യൺ ആണ്. വെറാസ്റ്റം ഇൻക് 0.22% വിഹിതമാണ്. ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണിത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $0.01 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം $56 ബില്യൺ ആണ്. വെറാസ്റ്റം ഇൻക് 0.015% വിഹിതം ഉൾക്കൊള്ളുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം. വെറാസ്റ്റം ഇൻക് ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 0.22%. ബാലൻസ് ഷീറ്റ് മൂലധനം 0.015%. ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തെക്കാൾ 93% കുറവാണ്. ഓർഗനൈസേഷന്റെ വിപണി വിഹിതവും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും വിലയിരുത്തൽ മോശം, -1 പോയിന്റ്. വിശകലനം ചെയ്ത കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ $0.1 ബില്യൺ ആണ്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഒരു കമ്പനിയുടെ ഇക്വിറ്റിയുടെ 100% പ്രതിനിധീകരിക്കുന്നു. കമ്പനിയുടെ ഡെറ്റ് ലെവലിൽ ഫലം മോശം, -1 പോയിന്റ്. ലാഭത്തിലേക്കുള്ള കമ്പനിയുടെ ഓഹരി വിലയുടെ ബാലൻസ് 0 തുല്യമാണ്. ഉപവിഭാഗം 0 ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ മോശം, -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$94 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ്. അത് കമ്പനിയുടെ വിലയ്ക്ക് മോശമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം, -1 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 32.2 ആണ്. ഉപവിഭാഗ ശരാശരി 7.6 ആണ്. ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ 324% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വില അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ മോശം, -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $10 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ്.
അത് കമ്പനിയുടെ വിലയ്ക്ക് മോശമാണ്. ഉപവിഭാഗത്തിലുള്ളവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി വിൽപ്പന അളവുകളുടെ ഒരു വിലയിരുത്തൽ. മോശം -1 വിൽപ്പന മാർജിൻ -935.6%. ഉപവിഭാഗത്തിലെ ശരാശരി -65.5%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 870.1%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാർശ്വത്വത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന -0.5 ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.158%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ 39% കുറവാണ്. ഇത് സ്ഥാപനത്തിന്റെ നിലവിലെ വിപണി വില തമ്മിലുള്ള പൊരുത്തക്കേട് കാണിക്കുന്നു. വെറാസ്റ്റം ഇൻക് മിക്കവാറും പുനർമൂല്യനിർണയത്തിലേക്കാണ്. ഒരു ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം $4,407,000 ആണ്. ഉപവിഭാഗത്തിൽ $3,157,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 39.6%. ഉപവിഭാഗ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് കണക്കാക്കുന്നു. സഹിക്കാവുന്ന 0. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം $279.5 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി $271.7 ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 371%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭം കണക്കാക്കുന്നു. സഹിക്കാവുന്ന -0.5 കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന $137,000 ആണ്. ഉപവിഭാഗത്തിൽ $415,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 203%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം കണക്കാക്കുന്നു. സഹിക്കാവുന്ന -0.5 വിൽപ്പന ഇടപാടുകളുടെ അളവ് 15.2%. ഉപവിഭാഗത്തിന് ശരാശരി 7.3%. ഇത് ഷോർട്ട് സ്ക്വീസ് അപകടസാധ്യതയുടെ സൂചകമാണ്. സാങ്കേതിക സൂചകം റിസ് 14 കമ്പനിക്ക് 66% ലെവൽ കാണിക്കുന്നു. വെറാസ്റ്റം ഇൻക് ഉപവിഭാഗത്തിൽ RS ലെവൽ 14 50%. സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ ഉദ്ധരിച്ചതിനേക്കാൾ കുറവാണ്. വെറാസ്റ്റം ഇൻക് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $7.22 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം $12.56 ആണ്. യഥാർത്ഥ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം 74%. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് എല്ലാവർക്കും ലഭ്യമാണ്. പിൻ ചെയ്ത കമന്റിലാണ് ലിങ്ക്. ഒരു റഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനത്തോടുകൂടിയ ഈ സീസണിലെ എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സെക്യൂരിറ്റീസ് വിശകലനത്തിന്റെ ഫലമായി വെറാസ്റ്റം ഇൻക് മൂല്യനിർണ്ണയ വിവര സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഒരു തീരുമാനം എടുക്കുന്നു. ഒരു ഷെയറിന് $7.23 എന്ന നിരക്കിൽ വിൽക്കാൻ ഓപ്പൺ ചെയ്യുക. ഓർഗനൈസേഷനെ വിലയിരുത്തുന്നത് മൂല്യനിർണ്ണയ മാനദണ്ഡം ഉപയോഗിച്ചാണ്. അക്കിമിന്റെ സൂചിക
എടുക്കുക ലാഭം 4.37 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 10.09 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ 2025 ഏപ്രിൽ 17 സെഷന്റെ അവസാനം ഓർഡർ സ്വതന്ത്രമായി അവസാനിക്കും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന